I'm here inside my house. Okay, you all know, as usual, I'm here inside my house. Malappuram Swadeshi with my mother. Okay, my mother. And no one else here. These criminals will be creating nasty stories. And today, I'm here inside my house. Village, Pallikal, Nadvile Muri. Okay, here I am, not anywhere else. You all know. You can see the. This is the. I'm what like a mark now. Like you can make out from these two here. Okay, nowhere this type of things will be there. They have made China wall so that nobody should see what is happening inside. Actually, somebody will be coming and sitting and creating stories. I have said already all about all these things, like ഇന്ന് ആ കൺസ്ട്രക്ഷനിലിരിക്കുന്ന ബിൽഡിങ്ങിൽ പണിയുണ്ടായിരുന്നു. പക്ഷേ 12 ആകുമ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആളുകൾ ജോലി കഴിഞ്ഞ് പോവും ആഹാരം കഴിക്കാൻ. തിരിച്ച് പിന്നെ 2 മണിയാകുമ്പോഴേ വരുള്ളൂ. പക്ഷേ അവിടെ ഒരു കഷണ്ടിയാൻ വരിക, അതിനകത്ത് കയറി ഇങ്ങനെ വേറൊരാളുമായിട്ട് നിൽക്കുക. അപ്പം 2 പേര് വേണം ഈ ഡ്രാമയ്ക്ക്, മനസ്സിലായി. എന്നിട്ട് കഥയുണ്ടാക്കാൻ ഞാനും അയാളും കൂടെയാണ് നിൽക്കുന്നത് എന്നാണ് കഥകളുണ്ടാക്കുന്നത്. അപ്പോൾ ഇയാൾ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മളതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുകയും അതിനെക്കുറിച്ച് സംസാരമൊക്കെ ഉണ്ടായി. ഞാനത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അയാൾ എൻ്റെ അച്ഛൻ സഹദേവനല്ല, അങ്ങനെയൊക്കെയാണ് അയാളുടെ സംസാരം. അങ്ങനെ പല പല സംസാരങ്ങളാണ്, പല രീതിയിലുള്ള സംസാരങ്ങളാണ് സംസാരിക്കുന്നത് ഇങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സുബ്രഹ്മണ്യൻ്റെ കാര്യങ്ങളെല്ലാം അവരുടെ സുബ്രഹ്മണ്യൻ, ഞാൻ പറഞ്ഞു ഇയാൾക്ക് എല്ലാവരുടെയും വസ്തു വേണം, ഇവർക്കും വേണം, സദാനന്ദ മന്ദിരക്കാർക്കും വേണം. പല രീതിയിലുള്ള കള്ളത്തരങ്ങളാണ് ഇവന്മാർക്കുള്ളത്. അപ്പം പ്രമാണങ്ങൾ എൻ്റെത് വേണം. പ്രീത എസ് പണിക്കർ ഇവർക്കെല്ലാം ഉണ്ട്. ഈ രത്നം രാജമ്മ, എൻ്റെ അമ്മയുടെ സിസ്റ്റർ. അപ്പം ഇങ്ങനെയുള്ളവർക്കെല്ലാം എൻ്റെ വസ്തുവകളിൽ നോട്ടം. ഇങ്ങനെ പല പല ഇതാണ്. പ്രീത എസ് പണിക്കർ, ബിജു പി, ഈ സദാനന്ദ മന്ദിരത്തിലേക്ക് സുബ്രഹ്മണ്യൻ, ഇവർക്കെല്ലാം എൻ്റെ വസ്തുവിൽ നോട്ടമാണ്. 146 സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് എനിക്കുള്ളത്. അപ്പോൾ ഇവന്മാർക്ക് ഇതൊക്കെ അടിക്കണമെന്നുള്ളതാണ്. ഈ പ്രീത എസ് പണിക്കറിന് ഭയങ്കര കള്ളിയാണ് അവൾ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ ഏതോ മലപ്പുറത്തു നിന്നുള്ളവനാണ്. അവനെ ഇവൾ ചെരുപ്പ് വാങ്ങിക്കാൻ പോയി, അവിടെ നിന്ന് കടയിൽ നിന്ന് കിട്ടിയതാണ് ഇവൾക്ക് ഈ സൽപ്പകവല്ലി എന്ന് പറയുന്നവർ. അപ്പം ഇന്ന് കണ്ടല്ലോ, ഈ സൽപ്പകവല്ലിയുടെ ചേട്ടത്തിയുടെ വസ്തുവാണ് ഇയാളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കിടക്കുന്നത്, 18 സെൻറ്റ് സ്ഥലം. ആ സ്ഥലത്തിന് കേസാണിപ്പോൾ. ഇവനെല്ലാവരുടെയും പേരിൽ കേസ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ എല്ലാവർക്കും കാശ് കൊടുത്തു, അതുകൊണ്ട് ഇവന് കൊടുക്കണം വസ്തു. ഇതാണ് ഇവൻ്റെ കേസ്, മനസ്സിലായില്ലേ? എല്ലാ കേസുകളും ഇങ്ങനെയാണ്. ഞങ്ങളോടും ഇതുപോലെ തന്നെ 1993 മുതൽ കേസായിരുന്നു. അതും ഇങ്ങനെ തന്നെയാണ്. ഇവൻ കാശ് കൊടുത്തു, ഇവൻ ഭയങ്കര ക്യാഷ് ബാലൻസുകാരനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എത്രയോ ദിവസം പെർ ഡേ 50,000 ഓഫ് അങ്ങനെ എന്തൊക്കെയോ ക്യാഷ് ബാലൻസ്. അന്ന് പെർ ഡേ 5,000 ക്യാഷ് ബാലൻസും ഒക്കെ ആയിരുന്നു. അപ്പോൾ എന്ത് വാങ്ങിക്കാമല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിക്കാനുള്ള പാങ്ങുണ്ട്, അങ്ങനെ കൊടുത്തതാണ് കാശ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് മുതൽ കേസ്. ഇവരോടും അങ്ങനെയാണ്, ഇവർ കാശ് വാങ്ങിച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ്. നിങ്ങൾ കണ്ടു, ആ പയ്യൻ വന്നപ്പം പയ്യനെ അടിക്കാൻ ചെല്ലുന്നു, വലിയ മടലൊക്കെ എടുത്തിട്ട്. ഇവന് ഭ്രാന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവന്മാർക്കാണ് ഭ്രാന്ത്. നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനകത്തുനിന്ന് എന്തെങ്കിലും കളവ് ഉണ്ടെന്ന് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എൻ്റെ അമ്മ 93 മുതൽ ഞങ്ങളോട് കേസാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ മുള്ളുവേലിയെല്ലാം ഇട്ട് ഞങ്ങളെ ഇതിനകത്താക്കി. എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് ബാക്കിലും. എന്നിട്ട് അതിന് ശേഷമാണ് എൻ്റെ അമ്മയോട് ഈ സൽപ്പകവല്ലിയുടെ ഒരു മൂത്ത ചേട്ടത്തി ഭോപ്പാലിലുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഈ വസ്തു വേണോ, ഞങ്ങൾ കൊടുക്കാൻ പോവുകയാണ്. അപ്പം അമ്മ പറഞ്ഞു അവർക്ക് വേണ്ടേന്ന് ചോദിച്ചു ഈ സൽപ്പകവല്ലിക്ക്. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഞങ്ങൾ കൊടുക്കത്തില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു അവർക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ വസ്തു വാങ്ങിക്കുന്നത്, അവർക്ക് വേണ്ട എങ്കിൽ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പം അതിനകത്തൊരു തെറ്റുമില്ല. അവർക്ക് വേണ്ട, പിന്നെ അവർക്ക് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഉടമസ്ഥൻ്റെ ഇതാണ്. ഇപ്പം നമ്മൾ ഇന്നവർക്ക് കൊടുക്കത്തില്ല, നിങ്ങൾക്ക് വേണമെന്ന് ചോദിക്കുന്നത് നമ്മുടെ റൈറ്റാണ്, നമ്മുടെ വസ്തുവാണ്, ആർക്ക് കൊടുക്കണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് കൊടുക്കത്തില്ല, നിങ്ങൾക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു വേണം, അങ്ങനെയാണ്. അങ്ങനെ അന്ന് മുതൽ കേസും വഴക്കും തുടങ്ങിയതാണ്. 93 ഞാൻ 10th 10th ക്ലാസ്സിൽ പഠിക്കുന്നത് സമയം. പരീക്ഷ വരാൻ തുടങ്ങുമായിരുന്നു, മാർച്ച്. അപ്പോഴേ വഴക്ക് തുടങ്ങി. നമ്മളെ കല്ലും മണ്ണും ഒക്കെ വാരി നമ്മുടെ പെരയ്ക്കകത്തോട്ടിടുക, അങ്ങനെ ഭയങ്കര ഇതൊക്കെയായിരുന്നു. അങ്ങനെ എന്തായാലും ശരി,
ഏതോ ഒരു വണ്ടി ഇങ്ങനെ വന്ന് കിടക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ അന്ന് മുതൽ കേസും വഴക്കുമാണ്. എന്നിട്ട് അപ്പോൾ അന്ന് മുതൽ കേസും വഴക്കുമാണ് ഇവിടെ. എന്നിട്ട് എൻ്റെ അമ്മയുടെ കല്ല് വെച്ച് കണ്ണെറിഞ്ഞ് പൊട്ടിച്ചു. പിന്നെ അങ്ങനെ പല 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 കേസസ് ഇവിടെ നടന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഏതാണെന്ന് വെച്ചാൽ പല കേസുകൾ ഇവിടെ നടന്നു. എന്നിട്ട് നിരന്തരം വഴക്കായിരുന്നു ഇവൻ. നമുക്ക് എങ്ങും പോകാം, നമ്മളെ റോഡിൽ വെച്ച് കത്തി വെച്ച് കുത്താൻ വരിക ഈ സദാനന്ദ മന്ദിരത്തിലെ അവന്മാർ. പിന്നെ ഈ മോഹൻ സിംഗും വീരേന്ദ്ര സിംഗ് എന്ന് പറയുന്നവനും നമ്മുടെ കതക് തല്ലി പൊളിക്കുക. നമ്മുടെ 85 കല്ലുകളാണ് തല്ലി അന്ന് പൊട്ടിച്ചത്. അങ്ങനെ ഭയങ്കര നമ്മുടെ അന്ന് നമുക്ക് കേബിളൊന്നുമല്ല, നമ്മുടെ ആൻറ്റിനയിൽ നിന്ന് വരുന്ന വയറുണ്ടല്ലോ, അത് മുറിക്കുക. ഇതൊക്കെ ഇവന്മാർ ചെയ്യുമായിരുന്നു. ഇതൊക്കെയാണ് ഇവന്മാരുടെ പരിപാടികൾ അന്ന് നടത്തിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ജയിച്ചു. ആ കേസുകൾ 2002 കഴിഞ്ഞും നീണ്ടുപോയി. 93 തുടങ്ങിയ കേസാണെന്ന് ആലോചിച്ചോണം. പല കേസുകൾ, പല സംഭവങ്ങൾ. അതിൻ്റെ കൂടെ ഞങ്ങൾ പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ LLB അതെല്ലാം കഴിഞ്ഞ് അങ്ങനെയൊക്കെ ഓരോരോ സംഭവങ്ങൾ. ഭയങ്കര ശല്യമായിരുന്നു ഇവനെ കൊണ്ട്. നിരന്തരം ചീത്തവിളി, കല്ലേറല്ലായിരുന്നു. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇവൻ്റെ സ്വഭാവങ്ങൾ. ഇവൻ എല്ലാവരുടെയും വസ്തുവും വകയും വേണം. എൻ്റെ ഇതും തട്ടിയെടുക്കാൻ നോക്കി. ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളോട് എങ്ങനെയാണ് തട്ടിയെടുക്കാൻ നോക്കിയെന്ന് ഞാൻ ഇതിന് മുന്നേ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇതിന് മുന്നേ തന്നെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. സർലയ എന്ന് പറയുന്ന ഒരു ആൻറ്റിയുടേത് ഇവനിങ്ങനെ ഇപ്പം കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരാണ് വന്നത്. ട്രയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ് മറ്റേനാളിലെങ്ങാണ്ടാണ് ട്രയൽ. ചൊവ്വയോ ബുധനാഴ്ചയാണ് ട്രയൽ. അപ്പോൾ ഇവനെ ക്രോസ് ചെയ്യാനിരിക്കുകയാണെന്ന് വക്കീൽ പറഞ്ഞു. വക്കീലും കൂടിയാണ് വന്നത്. അപ്പോൾ ഇവനെ ക്രോസ് ചെയ്യാനിരിക്കുകയാണ്. അപ്പം വക്കീൽ ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് സ്ഥലമൊക്കെ കാണുമ്പം വക്കീലിന് കറക്റ്റായിട്ട് ചോദിക്കാമല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഇവന്മാർ. ഭയങ്കര ശല്യം ഇവന്മാരെ കൊണ്ട്. ശല്യം എന്ന് പറഞ്ഞാൽ തത്ത് പോലത്തെ ശല്യം. നിങ്ങളെല്ലാം കണ്ടു ഇന്നത്തെ സംഭവങ്ങൾ. ഇവൻ ഇതുപോലത്തെ ഇതിന് മുന്നേ എന്നോടും എൻ്റെ അമ്മയോടും ഈ സദാനന്ദ മന്ദിരക്കാർ ഗുസ്തിക്ക് വന്നു കഴിഞ്ഞ് ഇവന്മാർ ഗുസ്തിയായിരുന്നു. ഇവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇവനാണെങ്കിൽ പിന്നെ എന്താ പറയുന്നത്, ഇവനെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീമാണ്. ഇവന് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ